അമ്മേ, ഞാനാണോ ഈ ഇല? മരത്തിന്റെ കൊമ്പിൽ കാറ്റിനൊപ്പം പതുക്കെയാടുന്ന പച്ചിലയിലേക്ക് നോക്കി മിയ ചോദിച്ചു. അതെ മോളെ, നീയാണ് ആ ഇല. അയ്യോ, ഞാൻ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ. അമ്മ ചിരിച്ചു. അല്ലെങ്കിലും എൻ്റെ മോള് അങ്ങനെയല്ലേ, ഞാൻ പറയുന്നതിന് മുൻപേ പലതും കണ്ടുപിടിക്കും. മകൾ ഒന്നുകൂടി മരത്തിനടുത്തേക്ക് ചേർന്ന് നിന്നു. അമ്മ അവളുടെ തലയിൽ മെല്ലെ ചുണ്ടുകൊണ്ട് ഒന്നുരസി. മോളെ, ഈ പ്രകൃതിയിൽ എന്ത് കണ്ടാലും വെറുതെ കണ്ടിട്ട് നടന്നു പോകരുത്. സൂക്ഷ്മമായി നോക്കണം. ശ്രദ്ധിച്ചു നോക്കുന്ന ഒരാൾക്ക് ഈ പ്രകൃതി തന്നെ ഒരു വലിയ പാഠപുസ്തകമാണ്. ആരും വന്ന് പഠിപ്പിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് പറഞ്ഞു തരും. മകൾ മരത്തെ അടിമുടിയൊന്ന് നോക്കി. അപ്പോൾ അമ്മയാരാ? നീ ഇലയാണെങ്കിൽ ഞാൻ ഈ മരത്തിന്റെ തടിയാണ്. തടിയോ? അതെ, ഈ കൊമ്പുകളെയും ഇലകളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തടി. മകൾ പെട്ടെന്ന് താഴേക്ക് നോക്കി. അപ്പോൾ അച്ഛനോ? അമ്മ ചിരിച്ചു. അച്ഛനാണ് വേര്. അച്ഛൻ മണ്ണിലടിയിലാണോ? രണ്ടുപേരും ചിരിച്ചു. അങ്ങനെയല്ല മോളെ, ഒരു മരത്തിന്റെ വേര് എത്ര ആഴത്തിൽ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നുവോ അത്രയും കരുത്തോടെ ആ മരം കാറ്റിനെയും മഴയെയും നേരിടും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ വേരുകൾ സ്നേഹത്തിലും കരുതലിലും ഉത്തരവാദിത്വത്തിലും ആഴത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ആ കുടുംബത്തിന് കരുത്തുണ്ടാവുക. മകൾ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ മുകളിലേക്ക് നോക്കി. അമ്മേ, അപ്പോൾ ഈ പൂക്കളാരാ? അമ്മ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ മക്കൾ. മകളുടെ കണ്ണുകൾ വലുതായി. വാഹു, എനിക്കും മക്കളോ അമ്മേ? പിന്നല്ലാതെ. അമ്മ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. നീ ഇന്ന് എൻ്റെ കുഞ്ഞാണ്. പക്ഷെ ഒരിക്കൽ ഈ അമ്മയും നിന്നെപ്പോലെ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. അമ്മുമ്മയുടെ മടിയിൽ കിടന്നിരുന്ന കുഞ്ഞ്. ശരിക്കും? അതെ, അമ്മുമ്മയും ഒരിക്കൽ കുഞ്ഞായിരുന്നു. അതിനു മുൻപ് മുത്തശ്ശിയമ്മ. അങ്ങനെ എത്രയെത്ര തലമുറകള്. മകൾ അത്ഭുതത്തോടെ മരത്തിലേക്ക് നോക്കി. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വലിയ മരം പോലെയാണല്ലേ അമ്മേ? അതേ മോളെ, ഒരാൾ വിത്താകുന്നു, മറ്റൊരാൾ വേരുറപ്പിക്കുന്നു, ഒരാൾ തടിയായി താങ്ങുന്നു. പിന്നെ കൊമ്പുകളും ഇലകളും വരുന്നു, പൂക്കൾ വിരിയുന്നു, കായ്കൾ ഉണ്ടാവുന്നു, പാകമാകുന്നു. കാലം അത് ചെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കായ്ക്കുള്ളിൽ വീണ്ടും വിത്തുണ്ടാവുന്നു. പിന്നെ ആ വിത്തിൽ നിന്നും വീണ്ടും ഒരു മരം. മകൾ ആവേശത്തോടെ പറഞ്ഞു. അത് തന്നെ, ഞാനും ഒരിക്കലൊരു വൻമരമാകും. എൻ്റെ വൻമരം. ഇന്നലെ അമ്മ പറഞ്ഞു തന്നതുപോലെയല്ലേ? അമ്മ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. അപ്പോഴാണ് ഒരു പൂമ്പാറ്റ അടുത്തുള്ള പൂവിൽ വന്നിരുന്നത്. അമ്മേ, നോക്കിക്കേ, പൂമ്പാറ്റ. നോക്കിക്കോളൂ, അത് വെറുതെ പൂവിൽ വന്നിരിക്കുന്നതല്ല മോളെ. പൂമ്പാറ്റ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്നു. മകൾ അതിനെ കണ്ണെടുക്കാതെ നോക്കി. ഒരു പൂവിൽ നിന്ന് കിട്ടിയത് മറ്റൊരു പൂവിലേക്ക് കൊണ്ടുപോവുകയാണത്. അങ്ങനെയാണ് പ്രകൃതിയിൽ ജീവൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മകൾ പതുക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളും അങ്ങനെയാണോ അമ്മേ? അമ്മ ഒരു നിമിഷം മകളെ നോക്കി നിന്നു. അതേ മോളെ, നമുക്ക് കിട്ടിയ സ്നേഹം നമ്മളിൽ മാത്രം സൂക്ഷിക്കാനുള്ളതല്ല. നമുക്ക് കിട്ടിയ അറിവും കരുതലും നല്ല ചിന്തകളും അടുത്ത ഒരാളിലേക്ക് കൊടുക്കണം. അവർ പിന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ഇതാണ് പ്രകൃതി നിയമം. കാറ്റ് വീണ്ടും വീശി, ഇലകൾ ഇളകി, പൂക്കളാടി, പൂമ്പാറ്റ മറ്റൊരു പൂവിലേക്ക് പറന്നു. മകൾ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എൻ്റെ അമ്മേ, ഈ പ്രകൃതിയിൽ എന്തുമാത്രം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അമ്മ ചിരിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പ്രകൃതി ഒരു വലിയ പാഠപുസ്തകമാണെന്ന്. രണ്ടുപേരും കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല. മെല്ലെ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മരത്തിലൂടെ കടന്നു പോകുന്ന കാറ്റിൻ്റെ ശബ്ദം മാത്രം അവർക്ക് കേൾക്കാനായി. പിന്നെ മെല്ലെ മെല്ലെ അതും മറഞ്ഞു. അവരുടെ ഉള്ളിലേക്ക് തന്നെ പോയി. പിന്നെ അമ്മ പതുക്കെ പറഞ്ഞു, ഈ പ്രകൃതി ഒരു സിനിമയാണ് മോളെ. ഓരോ നിമിഷവും അത് മാറിക്കൊണ്ടിരിക്കും. ഓരോ ദൃശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കും.
ഇപ്പോഴുള്ള ഇല അടുത്ത നിമിഷം അതേപോലെയല്ല. ഈ പൂവ് നാളെ ഇതേപോലെ ആയിരിക്കില്ല. നീയും ഞാനും അങ്ങനെ തന്നെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതമ്മേ? ഓരോ നിമിഷത്തിലും ശ്രദ്ധിച്ച് ജീവിക്കണം. അപ്പോഴാണ് നമ്മൾ ഇതുവരെ കാണാതെ പോയ സൗന്ദര്യങ്ങൾ കാണാൻ തുടങ്ങുന്നത്. മകൾ അമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ചു. അമ്മേ, ഇതൊക്കെ വലിയ അറിവാണല്ലോ. അമ്മ ചിരിച്ചു. വലിയ അറിവൊന്നുമല്ല മോളെ, നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന ചെറിയ ചെറിയ സത്യങ്ങളാണ്. ഒന്ന് നിൽക്കണം, മറ്റൊന്നും ശ്രദ്ധിക്കാതെ. ചുറ്റുമൊന്ന് നോക്കണം, പ്രകൃതിയിലുള്ളത് കേൾക്കണം. അപ്പോൾ പ്രകൃതി തന്നെ ബാക്കി കഥ പറഞ്ഞു തരും. അന്നേരം കാറ്റിൽ ഇളകിക്കൊണ്ട് ഒരു ഇല മെല്ലെ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നു. അവളത് ചുണ്ടുകൊണ്ടെടുത്തു. പിന്നെ അമ്മയെ നോക്കി. അമ്മേ, എനിക്ക് മനസ്സിലായി. ഞാൻ വെറും ഒരു ഇലയല്ല. എനിക്കുള്ളിലും ഒരുപാട് വിത്തുകളുണ്ട്. അമ്മയൊന്നും പറഞ്ഞില്ല. മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചിറകുകൾക്കുള്ളിൽ അവളെ ഒളിപ്പിച്ചു, പണ്ടത്തേതുപോലെ. അവർക്ക് മുകളിലൂടെ ഇലകൾ അപ്പോഴും കാറ്റിനൊപ്പം ആടിക്കൊണ്ടിരുന്നു. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ജീവൻ അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കഥ തുടരുകയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇതെഴുതുന്നത് നിങ്ങളുടെ റിഫ്ലക്ഷനാണ്, നിങ്ങളുടെ ചിന്തകളെ മാറ്റുവാനുള്ള എക്സർസൈസാണ്. എല്ലാ ദിവസവും ഇതുപോലുള്ള ആശയങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത് നമ്മളുടെ കർത്തവ്യമാണ്. കിട്ടുന്ന നന്മകളൊന്നും നമുക്ക് ശേഖരിച്ചു വയ്ക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. ഒരു പൂമ്പാറ്റ പൂന്തേനുണ്ണുമ്പോൾ പൂമ്പൊടി പ്രസരിപ്പിക്കുന്നത് പോലെ. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.